ഹലോ ഗായ്സ്, എൻജോയ് വിത്ത് വൈപ്പോലേക്ക് ഏവർക്കും സ്വാഗതം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ ഇതാ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ദുബായിൽ വന്ന ശേഷം ഞാൻ എൻ്റെ ഏട്ടൻ്റെ ഒപ്പം അല്ലാണ്ട് എൻ്റെ കൊളീഗിൻ്റെ ഒപ്പരും ബോസിൻ്റെ ഒപ്പരും പോകുന്ന ആദ്യത്തെ ട്രിപ്പാണിത് പുറത്തേക്ക്. ഇന്ന് സൺഡേ ആയതുകൊണ്ട് നമുക്ക് ലീവാണ്. മാമിൻ്റെ നാട് ശ്രീലങ്കയാണ്. എന്നാൽ കൂടി മലയാളം അത്യാവശ്യം പറയാനും നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മൂന്നാളും മാം വിചാരിച്ചില്ല വ്ളോഗ് എടുക്കുന്നു, പക്ഷെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്തു കേട്ടോ വ്ളോഗ് എടുക്കുമ്പോൾ. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട് അശ്വതി. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടി പ്ലാൻ ചെയ്തത് കുറേ നാളത്തൊരു പ്ലാനായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നാണ് സമയം കിട്ടിയത് ദേറയിൽ പോകാൻ വേണ്ടിയിട്ട്. ദേറയിലൊരു സീ ഫുഡ് കൊടുക്കുന്ന നല്ല സ്ഥലമുണ്ട്. അപ്പോൾ മാം മുന്നേ കുറേ വട്ടം പോയിട്ടുണ്ട്, അതുകൊണ്ട് നമ്മളെയും കൂട്ടിക്കൊണ്ട് പോകും അങ്ങോട്ടേക്ക്. നല്ല തന്നെ ഫസ്റ്റ് ടൈമാണ് സീ ഫുഡ് കഴിക്കുന്നത്. അശ്വതിയും ഫസ്റ്റ് ടൈമാണ് സീ ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്ലാൻ ചെയ്തത് സിറ്റി സെൻറ്റർ മാളിലൊക്കെ, ദേറയിലുള്ള മാളിലൊക്കെ പോയിട്ടൊന്ന് കറങ്ങിയിട്ട് വരാമെന്നാണ്. പക്ഷെ നമ്മൾ ഈ ദുബായ് ഫ്രെയിമിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് സബിൽ പാർക്ക്. ഇതിൻ്റെ ഉള്ളിലാണ് അതായത് സബിൽ പാർക്കിൻ്റെ ഉള്ളിലാണ് ഈ ദുബായ് ഫ്രെയിം ഉള്ളത്. നമ്മളിടയ്ക്ക് അവിടെ നടക്കാനൊക്കെ പോകാറുണ്ട്. ഒരു വീഡിയോ എന്തായാലും സബിൽ പാർക്കിൻ്റെ ഉള്ളിൽ പോകുന്നൊരു വീഡിയോ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ അത് അടുത്തൊരു വീഡിയോ ഞാൻ എന്തായാലും ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ട് എത്ര ബിൽഡിംഗ് ആണല്ലോ, ഓരോ ദിവസം ഞാൻ തുടങ്ങുന്ന ബിൽഡിംഗ് കൂടി വരുന്നതൊക്കെ ദുബായിലുള്ള അത്രയും ബിൽഡിംഗ് ആണ്. പിന്നെ പറയാൻ പറ്റും, നമ്മൾ ടാക്സിയിലാണ് കേട്ടോ പോകുന്നത്. കറാമയിൽ നിന്ന് ദേറയിലേക്ക് ടാക്സിയിലാണ് പോയത്. അപ്പോൾ ഏകദേശം 35 ദിർഹമാണ് അവിടെ നിന്ന് ആയത്, കറാമയിൽ നിന്ന് ദേറയിലേക്ക്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിറ്റി സെൻറ്റർ, ഇതാണ് മാൾ. സിറ്റി സെൻറ്റർ മാളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഏകദേശം ഉച്ചയായി സമയം. അതുകൊണ്ട് നമ്മൾ സീ ഫുഡ് കഴിച്ചിട്ട് മാളിലേക്ക്, ഇതാണ് മാൾ, ഇതാണ് നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ. അത് രണ്ട് സൈഡിലാണ് വരുന്നത്. നമ്മളിപ്പോൾ മെട്രോൻ്റെ ആ ഒരു അണ്ടർഗ്രൗണ്ട് വഴി വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഫസ്റ്റ് സീ ഫുഡ് ഡെസ്റ്റിനേഷൻ നമുക്ക് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ ഡെക്കോറേറ്റ് ഉണ്ടായിരുന്നു. ക്രിസ്മസിൻ്റെ നമ്മളെ ക്രിസ്മസ് സാന്റാ ക്ലോസ് അങ്ങനെ കുറച്ച് നല്ല രീതിയിൽ ഒരു വേറെ ഒരു സ്ഥലത്തെ ഒരു ഫീലായിരുന്നു അവിടെ പോകുമ്പോൾ. അപ്പോൾ ഇതൊരു ഫിലിപ്പിനോ റെസ്റ്റോറൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള ആൾക്കാരെല്ലാം ഫിലിപ്പിനോസ് ആയിരുന്നു. വലിയ തിരക്കൊന്നുമില്ലെങ്കിലും അത്യാവശ്യം ആൾക്കാർ എന്തായാലും അവിടെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മുകളിലത്തെ നിലുണ്ട്, പക്ഷെ മുകളിൽ രാത്രി മാത്രമേ അത് ഓപ്പൺ ചെയ്യാറുള്ളൂ. ഞാൻ എന്ത് വെച്ചപ്പോൾ മാമിനത് അറിയില്ല. പിന്നെ നമ്മളത് അവിടെ ഒരു സ്ഥലത്ത് നമ്മളൊരു കോർണർ സ്പേസിൽ ഇരുന്നു. പിന്നെ നമുക്കവർ കുറച്ച് സാധനങ്ങൾ, അതായത് ഈ സീ ഫുഡ് കഴിക്കുന്ന മറ്റേ ഗ്ലൗസ്, പിന്നെ നമുക്കൊരു ആപ്രോൺ പോലെ നമ്മൾ കിച്ചണിൽ കയറുമ്പോൾ ഇടുന്നൊരു സംഭവമില്ല, ഇത് പ്ലാസ്റ്റിക് കവർ, അതിൻ്റെ ഒരു സാധനം നമ്മൾ തന്നു. നമ്മളിപ്പോൾ മാം അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തില്ല എങ്ങനെ ഇടണ്ടേ, എന്തിനാണ് ഇത് ഇടുന്നത് എന്നൊക്കെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്തിരുന്നപ്പോൾ ഓൾറെഡി അശ്വതി ഇട്ട് കഴിഞ്ഞു. ഞാനാണെങ്കിൽ അത് ഇടാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം, കാണിച്ച് വീഡിയോ എടുക്കണ്ടേ. പിന്നെ ഞാൻ ഗ്ലൗസൊക്കെ ഇട്ട് ഫസ്റ്റ് റൈസ് വന്നു. റൈസിൻ്റെ നമ്മൾ ഈ സദ്യക്ക് സാമ്പാറൊക്കെ ഒഴിക്കാൻ കുഴിയാക്കുന്നതല്ല, അവർ നന്നായി കുഴികളൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ആ സീ ഫുഡ് ഒഴിക്കുകയായിരുന്നു. അത് അത്യാവശ്യം കുറച്ച് ഗ്രേവി സോസ് ആയിരുന്നതുണ്ട്. അതൊരു പിന്നെ അതിലുള്ളത് പ്രോൺസ്, മസിൽസ്, പിന്നെ ക്രാബുള, വൈറ്റ് ബോളാണ് ക്രാബുള, 2 എണ്ണേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. 3 ആൾക്ക് നല്ല 4 ആൾക്ക് ഇരുന്ന് കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. അത് മധുരം ഇഷ്ടപ്പെടാത്തവർക്ക് ഇത് ഇഷ്ടപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, കാരണം കുറച്ച് മധുരം ഉള്ളൊരു സോസാണ്. സ്പൈസിയാണ്, എന്നാൽ കൂടി കുറച്ച് മധുരം കൂടി ഉണ്ട്. എന്നാലും ഞാൻ വിചാരിച്ചതിനേക്കാളും വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു, ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ മസിൽസിൽ അവസാനം എല്ലാവരും കഴിച്ച്, ഞാനും അശ്വതിയാണ് കൂടുതൽ കഴിച്ചത്. മാമിന് മസിൽസ് ഇഷ്ടമല്ല. പ്രോൺസും ക്രാബോളം മാം കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു ഡ്രിങ്കും പ്രൈസ് അൺലിമിറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് 89 ദിർഹമാണ്. ദേറയിലാണ് ഈ ഒരു ഷോപ്പ് വരുന്നത്. ഈ ഒരു 89 ദിർഹത്തിന് എന്തായാലും 3-4 ആൾക്കാർക്ക് നമുക്ക് കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മൾ ഈ ഹോട്ടൽസിലെല്ലാം ഇങ്ങനെ ജീരക മുട്ടായാലും വെക്കുന്നതല്ല, അവിടെ മുട്ടായി വെച്ചിട്ടുണ്ടായിരുന്നത് മാം അത് എടുത്തുകൊണ്ട് വരികയാണ്. പക്ഷെ ഡയറ്റാണ്, മധുരം കഴിക്കേണ്ട വിചാരിച്ചത് ഞാനത് കഴിച്ചില്ല. നമ്മൾ പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ കഴിച്ചിറങ്ങിയ സമയത്ത് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മളെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ മാളിലേക്ക്. അപ്പോൾ ഇത് അപ്പുറത്ത് കിടക്കണമെങ്കിൽ നമുക്കൊരു വഴിയെന്ന് വെച്ചാൽ, ഇതിൻ്റെ ഇവിടെ മെട്രോൻ്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് ഒരു വഴിയുണ്ട്. അതുവഴി റോഡിൻ്റെ അടിയിൽ അപ്പുറത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഇനി പോകുന്നത്. അപ്പോൾ താഴെ മെട്രോ സ്റ്റേഷൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. എസ്കലേറ്റർ കയറി ലിഫ്റ്റ് കയറിയിട്ട് നമ്മൾ ഈ സൈഡിലെത്തി, അതായത് ഓപ്പോസിറ്റ് സൈഡിലെത്തി, മാളിൻ്റെ സൈഡിലെത്തി. അപ്പോൾ നമ്മൾ ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കുറച്ച് വിശേഷങ്ങൾ മൊത്തം നമ്മൾ, ഞാൻ ഇതുവരെ ഒരു മുകളിൽ പോയിട്ട് ഇത്രയും നടന്നിട്ടില്ല, അത്രയും നടന്നിട്ടുണ്ടായിരുന്നു. അവിടെ കുറേ അതിൻ്റെ ഉള്ളിലും നല്ല രീതിയിൽ ഇവർ ക്രിസ്മസിൻ്റെ ഡെക്കോറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് മുകളിലേക്ക് പോയിട്ട് നമ്മൾ നെക്സ്റ്റ് പ്ലാൻ എന്ന് വെച്ചാൽ ഒന്ന് പപ്പാറോട്ടി മാമാണ് ഇതെല്ലാം സജസ്റ്റ് ചെയ്തിരുന്നത്. ഞാൻ പപ്പാറോട്ടി ഒന്നും അങ്ങനെ കഴിച്ചിട്ടില്ല. സ്വീറ്റ്സ് പൊതുവെ ഇപ്പോൾ ഞാൻ ഡയറ്റിൻ്റെ ഇതായിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ന് ചീറ്റ് ഡേ, മാമിൻ്റെ അനുവാദത്തോടുകൂടി ചീറ്റ് ഡേ എടുക്കാൻ പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടാളും, ഞാൻ അശ്വതി മാമും ചീറ്റ് ഡേ എടുത്താണ് ഇങ്ങോട്ടേക്ക് വന്നത്.
അത് കഴിഞ്ഞ് നമ്മൾ പ്ലാൻ ചെയ്തത് മൂവി നല്ല എന്തെങ്കിലും ഹൊറർ മൂവി കാണാമെന്ന് വിചാരിച്ചാൽ. എനിക്ക് ഹൊറർ മൂവി ഭയങ്കര ഇഷ്ടമാണ്, അശ്വതിക്കും ഇഷ്ടമാണ്, മാമിനും ഇഷ്ടമാണ്. അപ്പോൾ നമ്മൾ ഹൊറർ മൂവി കാണാമെന്ന് വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ അത് ലാസ്റ്റ് പ്ലാൻ. അപ്പോൾ നമ്മൾ അതിന് മുന്നേ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങി ഓരോരോ ഷോപ്പിൽ കയറി. മാമിൻ്റെ മോൾക്ക് ഡ്രസ്സ് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കണമായിരുന്നു നാട്ടിലേക്ക് അയക്കാൻ വേണ്ടി. അതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്യാൻ കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ നടന്നു നമ്മൾ ഓരോ ഷോപ്പും നല്ല രസമുണ്ടായിരുന്നു. ഈവൻ നമ്മൾ എനിക്ക് ഈ പുറത്ത് പോകുന്നതിനെക്കാട്ടി ഇഷ്ടം ഇങ്ങനെ സൂപ്പർ മാർക്കറ്റ് അല്ലെങ്കിൽ മോളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നടക്കാനാണ്. അപ്പോൾ നടന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു മാളിൻ്റെ സെൻറ്റർ പോർഷനിൽ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു വലിയൊരു ക്രിസ്മസ് ട്രീ അവിടെ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡിക്കോർ, നമുക്ക് വേണമെങ്കിൽ ഫോട്ടോ എടുക്കാനുള്ള ഒരു ഫോട്ടോ എടുക്കാൻ നല്ലൊരു സ്പോട്ടും കൂടിയായിരുന്നു അത്. അപ്പോൾ ഞാനും മാമും അശ്വതിയും അത് അങ്ങോട്ടേക്ക് പോയി. വളരെ നല്ല ലൈറ്റിംഗ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളും ചോദിച്ചു നമുക്ക് ഫോട്ടോ എടുക്കാതെ നമ്മളും കുറച്ച് ഫോട്ടോസൊക്കെ അവിടെ നിന്ന് എടുത്തു. പിന്നെ വീണ്ടും ചുറ്റി അത് കണ്ടു. അതിൻ്റെ ഓരോ സൈഡ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഇങ്ങനെ നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ വേറെ ഡിസൈൻ ചെയ്തു. ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് എല്ലാവരും ഫോട്ടോ, നമ്മൾ അവിടെ കയറിയില്ല, നമ്മളതിൻ്റെ ബാക്ക് സൈഡിൽ പോയിട്ടാണ് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായത്. എന്നാൽ നല്ല ഭംഗി, നല്ല ഒറിജിനാലിറ്റി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഓരോ ഷോപ്പിങ് നമ്മൾ ഫോറെവർ, സാറ, അങ്ങനെ ഓരോ ഷോപ്പിൽ ഇങ്ങനെ കയറി ഓരോന്ന് നോക്കി അങ്ങനെ ഫുൾ നടത്തായിരുന്നു. ഓരോരോ സന്തോഷം എന്ന് വെച്ചാൽ ഈ കഴിച്ച ഫുഡൊക്കെ ഈ നടത്തിൽ തന്നെ ബേൺ ചെയ്ത് പോവുമല്ലോ എന്നൊരു സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയും നടന്നിട്ടുണ്ടായിരുന്നു. ഏകദേശം നല്ല സ്റ്റെപ്സ് കൗണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കുറേ ബ്രാൻഡ് ഷോപ്പ് ഇതുവരെ കാണാത്തതും, പിന്നെ ബാൽമണ്ടൊക്കെ ഷോപ്പും നല്ല ഭംഗിയുണ്ടായിരുന്നു. അവരെ ആ ഒരു ഔട്ട്ലെറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. നടന്ന് അവിടെ എത്താത്ത പോലെ തോന്നി. പക്ഷെ എന്നാൽ ഈ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുമ്പോൾ അത്ര ബോറിംഗ് ആയിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. ഈ പ്രത്യേകിച്ച് എടുത്ത ലൈറ്റ് സെറ്റിങ്സ് പറയാതിരിക്കാൻ വയ്യ. പല വെറൈറ്റീസ് ഓഫ് ലൈറ്റ് സെറ്റിങ്സ് അതിൻ്റെ ഉള്ളിൽ ഉണ്ടായത്. പിന്നെ അശ്വതിക്കൊരു പെർഫ്യൂം വാങ്ങണം എന്ന് വെച്ചിട്ട് നമ്മളൊരു ബാത്ത് ആൻഡ് ബോഡി ഷോപ്പിൻ്റെ ഉള്ളിൽ കയറി. അവിടെയാണെങ്കിൽ ഇഷ്ടം പോലെ നമ്മളെ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ, ഹാൻഡ് വാഷ് ആയിക്കോട്ടെ, ബോഡി വാഷ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ ഒരു കലവറ തന്നെയായിരുന്നു അവിടെ. അങ്ങനെ മാം സെലക്ട് ചെയ്ത് കൊടുക്കുകയായിരുന്നു അശ്വക്ക് പെർഫ്യൂം. എല്ലാ സ്മെല്ലും ചെയ്തു. അശ്വക്കാണെങ്കിൽ ഈ ചോക്ലേറ്റ് അല്ലെങ്കിൽ ആ ഒരു ബിസ്ക്കറ്റ്, വാനില, അതിൻ്റെ ഉള്ളൊരു ഫ്ലേവറായിരുന്നു ഇഷ്ടം. പക്ഷെ നമുക്കത് കിട്ടിയില്ല അവിടെ നിന്ന്. എന്നാലായിക്കോട്ടെ, കുറച്ച് വീഡിയോ എങ്കിലും കിട്ടില്ല. നമ്മൾ അത്യാവശ്യം ഇടയിലൊക്കെ ഇറങ്ങി പിന്നെ ടെസ്റ്റ് ചെയ്യുന്ന മോയ്സ്ചറൈസറൊക്കെ ഇട്ട് നോക്കി. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് റോമേറ്റ് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. പിന്നെ കാണുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ഡിക്കോറുണ്ട്, ആ ഒരു ചെടികളെല്ലാം വെച്ചിട്ട് എന്ത് ഭംഗി അത് കാണും. ഭയങ്കര ഫ്രഷ് ഫീലായിരുന്നു. അതിൻ്റെ മൊത്തം അത് മാത്രമല്ല, ക്രിസ്മസിൻ്റെ ഇതായിരുന്നു അവിടെ മൊത്തം പർച്ചേസിങ്. അവിടെ എല്ലാവരും ക്രിസ്മസിൻ്റെ പർച്ചേസിങ്ങിനായിട്ടാണ് എല്ലാവരും വാങ്ങിച്ചുള്ളത്. ക്രിസ്മസ് ട്രീ, അതിന് ഡെക്കോർ ചെയ്യുന്ന സാധനങ്ങൾ, സാന്റാക്ലോസ്, സ്റ്റാർസ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിരുന്നു. പിന്നെ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ക്രിസ്മസ് ട്രീൻ്റെ മുകളിൽ നിന്നുള്ള വ്യൂ ആയത് നമ്മൾ രണ്ടാമത്തെ ഫ്ലോറിൽ കയറിയിട്ട് കണ്ടത്. അപ്പോൾ ദൂരെ നമ്മൾ നല്ലൊരു ഭംഗിയുണ്ട്. ഒരു ക്യാപ്പ് പോലെ തോന്നി. ഒരു ക്രിസ്മസ് ട്രീ, നമ്മൾ ക്രിസ്മസ് ട്രീ നിന്ന് ക്യാപ്പ് പോലെ തോന്നി. അതിനുശേഷം നേരെ പോയതാണ് നമ്മൾ പപ്പാറോട്ടിയിലേക്ക്. പപ്പാറോട്ടി ഫസ്റ്റ് ടൈം, ഞാനും വെച്ചിട്ട് ഫസ്റ്റ് ടൈം വരുന്നത്. പക്ഷേ മാം കുറേ തവണ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ഓർഡർ ചെയ്യാൻ പോകുന്ന നോക്കി. അപ്പോൾ മാം ഇങ്ങനെ പറഞ്ഞു, മാം ഒരു ബണ്ണ് കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആയിക്കോട്ടെ ബണ്ണല്ലേ, ബണ്ണ് കഴിക്കാമെന്ന് വെച്ചിട്ട് നമ്മൾ വന്നു. നമ്മൾ മെനു കാർഡൊക്കെ തുറന്ന് നോക്കി. അപ്പോൾ അതിൽ കുറേ ഫസ്റ്റ് മെനു സ്റ്റാർട്ട് ചെയ്യുന്നത് സ്വീറ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരുന്നു. അതായത് പേസ്ട്രീസ്, പിന്നെ അതുപോലെ ബണ്ണ്, പിന്നെ വരുന്നത് സേവറി ആയിട്ടുള്ളത് സാലഡ് ഉണ്ടായിരുന്നു, സാൻഡ്വിച്ചസ്, റോൾസ്, അങ്ങനെയൊക്കെ. ഇതാണ് ഇതിൽ കാണുമ്പം വളരെ ചെറുതായിട്ട് തോന്നിയത്. ഇതെന്ന് വെച്ചാൽ ബണ്ണെല്ലാം സെയിം ആയിരിക്കും. അതിൻ്റെ മുകളിൽ ഒഴിക്കുന്ന ഡിപ്പ് വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾക്ക് പിസ്താഷ്യോ, ചോക്ലേറ്റ്, ഹണി, വേറെ കുറേ ഉണ്ട്. അപ്പം ഞാൻ പിസ്താഷ്യോ, മാം ചോക്ലേറ്റ്, അശ്വ ഹണിയാണ് എടുത്തത്. അപ്പോൾ ഇത് കൊണ്ടുവന്നപ്പോഴത്തേക്ക് അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഒന്നിനെ ഇപ്പോൾ രണ്ടാൾക്ക് കഴിക്കേണ്ട ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഭയങ്കര കാണുമ്പോൾ നമുക്കൊരു ഞാൻ ബണ്ണെന്ന് വിചാരിച്ചപ്പോൾ നോർമൽ ബണ്ണിൽ എന്താ ഇതിലിരിക്കുന്നതെന്നായിരിക്കും. പക്ഷെ ഇത് കഴിച്ചപ്പോൾ അതിൽ ബട്ടറിൻ്റെ ടേസ്റ്റ്, ചീസ് ഉണ്ട്, പിന്നെ ക്രസ്റ്റ്, അതിൻ്റെ ഭയങ്കര ആ കഴിക്കുമ്പോൾ തന്നെ ഒരു ക്രാക്ക് ഫീൽ വരുന്നൊരു സാധനമായിരുന്നു. ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ആരെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ, അല്ലെങ്കിൽ പപ്പാറോട്ടിൻ്റെ ഏതെങ്കിലും ഔട്ട്ലെറ്റ് പോകുകയാണെങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇതൊന്നും തന്നെ വാങ്ങിച്ചിട്ട് വയറ് ഭയങ്കരമായിട്ട് ഫിൽ ചെയ്തു. രണ്ടാൾക്ക് നന്നായിട്ട് കഴിക്കേണ്ട ക്വാണ്ടിറ്റി. ഇതിലൊന്നിൻ്റെ പ്രൈസ് എനിക്ക് മാറുന്നത്. പക്ഷേ മൂന്നാൾക്കും കൂട്ടി ടോട്ടൽ 75 ആയിരുന്നു. പിന്നെ ഡിപ്പിൽ നമ്മൾ ആ ഒരു സിറപ്പില്ല, അതിന് 7 ദിർഹം വരുന്നത്. ഫുഡൊക്കെ കഴിച്ച് നേരെ മൂവി കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വോക്സ് സിനിമാസിലേക്ക് പോയി. വിചാരിച്ചാലൊരു സിനിമ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താക്കി നമ്മൾ പോപ്കോൺ വാങ്ങിച്ച് ഹാപ്പി ആയിട്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അങ്ങനെ വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.